നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ക്രിമിനൽ കേസുകളിൽ പെട്ടവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് നേതാക്കന്മാരാക്കി വാഴിക്കുന്ന നയമാണിപ്പോൾ CPM-ന്റേതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത് അതിന്റെ തെളിവാണ്. BJP-യോട് സഹകരിച്ച വ്യക്തി തെറ്റായ വഴിയിലേക്ക് നീങ്ങിയപ്പോൾ പാർട്ടി മാറ്റി നിർത്തി. അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് പതിവാക്കിയപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അത്തരം ഒരാളെയാണ് സംസ്ഥാന മന്ത്രിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ചേർന്ന് സ്വീകരണം നൽകി വരവേറ്റത്. ഹരിചന്ദ്രന് സ്വീകരണം നൽകിയതുപോലെയാണ് വീണ ജോർജും ഉദയഭാനുവും ചേർന്ന് സ്വീകരണം നൽകിയത്. കോട്ടയത്ത് BJP-യിൽ ഒരാൾക്ക് അംഗത്വം നൽകി. ക്രിമിനൽ കേസിൽ പ്രതിയാണ് എന്ന് അറിയാതെയാണ് അത് നൽകിയത്. ഇത് തിരിച്ചറിഞ്ഞതോടെ 5 മിനിറ്റിനുള്ളിൽ അയാളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അതാണ് BJP-യും CPM-ഉം തമ്മിലുള്ള വ്യത്യാസമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം സംഘടനകൾ എടുത്ത നിലപാട് CPM കാണുന്നില്ല. തോൽവിയുടെ ഉത്തരവാദിത്തം SNDP-യുടെയും ഹിന്ദു സംഘടനകളുടെയും തലയിലിടുകയാണ് അവർ. ന്യൂനപക്ഷ പ്രീണനമാണ് പരാജയത്തിന്റെ ഒരു കാരണം. ഹമാസ് നേതാവിന് വരെ കേരളത്തിൽ വേദിയൊരുക്കി. മുസ്ലിം സംഘടനകളായ ജമാഅത്ത് ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, സമസ്ത പോലും വർഗീയമായ നിലപാടിലേക്ക് തിരിഞ്ഞപ്പോൾ CPM-ന് മൗനമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ പരാജയത്തിന് കാരണം സർക്കാരിനെതിരായ ജനവികാരവും ന്യൂനപക്ഷ പ്രീണനവുമാണ്. ഹമാസ് അനുകൂല പ്രകടനങ്ങൾക്ക് സർക്കാർ വ്യാപക പിന്തുണ നൽകി. വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ അടക്കമുള്ള കൊലപാതകങ്ങൾ, SFI നടത്തിയ അതിക്രമങ്ങൾ എല്ലാം CPM-ന് തിരിച്ചടിയായി. CPM കേന്ദ്ര കമ്മിറ്റി ദുർബലമായി. യെച്ചൂരിയുടെ പ്രസംഗങ്ങൾക്ക് മാത്രമേ ശക്തിയുള്ളൂ. അഴിമതി പണം കൈപ്പറ്റിയതിനാൽ കേന്ദ്ര കമ്മിറ്റിക്കും ഒന്നും ചെയ്യാനാവില്ല. നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ഉദ്ഘാടനങ്ങൾക്ക് പണം വാങ്ങുന്നതിൽ തെറ്റെന്താണ് എന്ന് സുരേന്ദ്രൻ ചോദിച്ചു. തൃശൂർ മേയർ MK വർഗീസ് നല്ല മേയർ ആണ് എന്ന് ജനങ്ങൾക്ക് അഭിപ്രായം ഉയരുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു.